നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിറ്റാമിൻ ബി കോംപ്ലക്സ് ടാബ്ലറ്റുകളെ പറ്റിയാണ്. അവ എങ്ങനെ ഉപയോഗിക്കണം, ഏവർക്കും സുരക്ഷിതമാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. ക്ഷീണം തോന്നുമ്പോൾ, ഭക്ഷണത്തിന് താല്പര്യം കുറയുമ്പോൾ, നാവിൽ മുറിവ് വരുമ്പോൾ പലരും നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇത് വാങ്ങി കഴിക്കും. പക്ഷേ ഇത് ശരിക്കും എന്താണ്? ആരൊക്കെ കഴിക്കണം? കുട്ടികൾക്ക് കൊടുക്കാമോ? ഗർഭിണികൾക്ക് പറ്റുമോ? ഹൃദയം, കരൾ, വൃക്ക പ്രശ്നമുള്ളവർക്ക് സുരക്ഷിതമാണോ? വിറ്റാമിൻ ബി കോംപ്ലക്സ് കഴിക്കേണ്ട ശരിയായ സമയമേത് എന്നൊക്കെ നമുക്ക് നോക്കാം. വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്താണ്? വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നത് ഒരു തരം വിറ്റാമിൻ മാത്രമല്ല, പല ബി വിഭാഗം വിറ്റാമിനുകൾ ചേർന്നതാണ്. B1, B2, B3, B6, B9, B12 എന്നിവയാണവ. B1 നാഡികൾക്കും ശരീരശക്തി ഉണ്ടാകുന്നതിനും സഹായിക്കും. B2 ചർമ്മത്തിനും കണ്ണിനും നല്ലതാണ്. B3 ശരീരശക്തിയാക്കാനായിട്ട് സഹായിക്കും. B6 തലച്ചോറിനും നാഡികൾക്കും സഹായിക്കും. B9 അഥവാ ഫോളിക് ആസിഡ് രക്തമുണ്ടാകുന്നതിനും ഗർഭകാല വളർച്ചയ്ക്കും പ്രധാനമാണ്. B12 രക്തകോശങ്ങൾക്കും നാഡികളുടെ ആരോഗ്യത്തിനും ആവശ്യമാണ്. വിറ്റാമിൻ ബി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൽ കുറവ് വന്നാൽ കാണുന്ന ലക്ഷണങ്ങൾ: ക്ഷീണം, ബലക്കുറവ്, നാവിൽ മുറിവ്, ഭക്ഷണത്തിന് താല്പര്യം കുറയുക, കൈകാലിൽ ചുളിവ് പോലുള്ള അനുഭവം, രക്തക്കുറവ് എന്നിവയാണ്. വിറ്റാമിൻ ബി കോംപ്ലക്സ് ആരൊക്കെയാണ് അത് കഴിക്കാറ്? ശരിയായി ഭക്ഷണം കഴിക്കാത്തവർ, രോഗം കഴിഞ്ഞ് ക്ഷീണമുള്ളവർ, വയസ്സായവർ, സസ്യാഹാരം മാത്രം കഴിക്കുന്ന ചിലർ, പോഷകക്കുറവ് ഉള്ളവർ എന്നിവരൊക്കെയാണ്. ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കേണ്ട ശരിയായ സമയം ഏതാണ്? വിറ്റാമിൻ ബി കോംപ്ലക്സ് കഴിക്കാൻ രാവിലെ ഭക്ഷണത്തിന് ശേഷമാണ് നല്ല സമയം. ഇത് ശരീരത്തിൽ ഊർജം ഉണ്ടാകാൻ സഹായിക്കുന്നതിനാൽ രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി രാവിലെ കഴിക്കാൻ മറന്നാൽ ഉച്ചഭക്ഷണത്തിന് ശേഷവും കഴിക്കാം. വിശപ്പോടെ കഴിക്കരുത്. ചിലർക്ക് വയറിളക്കം, ഛർദിൽ, കാഠിന്യം എന്നിവ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രാത്രി വൈകി കഴിക്കുന്നത് ഒഴിവാക്കണം, കാരണം ചിലർക്ക് ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ എന്ത് സംഭവിക്കും? വിറ്റാമിൻ ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും സുരക്ഷിതമാണെന്ന് കരുതരുത്. B6 കൂടുതലായി ദിവസങ്ങളോളം കഴിച്ചാൽ നാഡീപ്രശ്നങ്ങൾ ഉണ്ടാകാം. B3 കൂടുതലായാൽ ശരീരത്തിൽ ചൂട് തോന്നൽ, ചൊറിച്ചിൽ, തലചുറ്റൽ എന്നിവ വരാം. ഫോളിക് ആസിഡ് കൂടുതലായാൽ B12 കുറവ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരാം. ചിലർക്ക് വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവ ഉണ്ടാകാം. ഇത് കഴിച്ചാൽ മൂത്രം മഞ്ഞ നിറമായി കാണാം. പലപ്പോഴും ഇത് സാധാരണ കാര്യമാണ്. ഇനി ബി കോംപ്ലക്സ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് നോക്കാം. കുട്ടികൾക്കും കൊടുക്കാം, പക്ഷേ മുതിർന്നവരുടെ ഗുളിക സ്വന്തം തീരുമാനത്തിൽ കൊടുക്കരുത്. കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സിറപ്പ് അല്ലെങ്കിൽ തുള്ളിമരുന്ന് രൂപത്തിലുള്ള മരുന്നാണ് നല്ലത്. അതും ഡോക്ടർ പറഞ്ഞാൽ മാത്രം കൊടുക്കുക. ഹൃദയം, കരൾ, വൃക്ക പ്രശ്നമുള്ളവർക്ക് ബി കോംപ്ലക്സ് കൊടുക്കാമോ എന്ന് നോക്കാം. ഹൃദയരോഗമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കണം. കരൾ രോഗമുള്ളവർ സ്വന്തം തീരുമാനത്തിൽ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കരുത്. വൃക്ക രോഗമുള്ളവർ അളവ് മാറ്റേണ്ടി വരും. അതിനാൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അടുത്തത്, ഗർഭിണികൾ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കാമോ എന്ന് നോക്കാം. അതെ, ഗർഭകാലത്ത് ചില ബി വൈറ്റമിനുകൾ വളരെ പ്രധാനമാണ്. ഫോളിക് ആസിഡ് കുഞ്ഞിൻ്റെ തലച്ചോറിനും നാഡീ വളർച്ചയ്ക്കും ആവശ്യമാണ്. ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. B6 ചിലർക്ക് ഗർഭകാല ഛർദി കുറയ്ക്കാൻ സഹായിക്കും.
പക്ഷേ എല്ലാ ഗർഭിണികളും സ്വന്തം തീരുമാനത്തിൽ വാങ്ങി കഴിക്കരുത്. ഡോക്ടർ പറയുന്ന മരുന്ന് തന്നെ ഉപയോഗിക്കുക. ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സ് സ്വാഭാവികമായി കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാൽ, മുട്ട, മീൻ, ഇറച്ചി, പഴം, പയർവർഗ്ഗങ്ങൾ, ചില പ്രത്യേകം കുരുക്കൾ, ധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവയിലൊക്കെ വിറ്റാമിൻ ബി കോംപ്ലക്സ് ധാരാളമായി കാണാം. അവസാനമായി വിറ്റാമിൻ ബി കോംപ്ലക്സ് അത് നല്ലൊരു സഹായകരമായ മരുന്നാണ്. പക്ഷേ കാരണമറിയാതെ ദിവസവും കഴിക്കരുത്. കുട്ടികൾ, ഗർഭിണികൾ, കരൾ, വൃക്ക രോഗമുള്ളവർ നിർബന്ധമായും ഡോക്ടറുടെ ഉപദേശം തേടുക. വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സുരക്ഷിതമെന്ന് മാത്രമല്ല, ശരിയായ ആളിന് ശരിയായ അളവിൽ ശരിയായ സമയത്ത് കഴിച്ചാൽ മാത്രമേ ഗുണം ലഭിക്കൂ. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുവാൻ വേണ്ടി VR ഫാർമാഗൈഡ് മലയാള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.